ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പം കുളിയെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു വിശപ്പ്, പിന്നെ ചായയൊക്കെ കുടിക്കാൻ ഒരു മൂഡുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് എന്തെങ്കിലും ഒരു ചെറിയ സ്നാക്ക് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഴുത്തിട്ടുള്ള ഏത്തക്ക ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ചെറിയൊരു സ്നാക്ക് നമുക്ക് ഓയിലൊന്നും യൂസ് ചെയ്യാതെ ആവി കയറ്റി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാ ഇതുപോലെ കറുത്ത 2 പഴം വെച്ചിട്ടാണ് നമ്മളിന്ന് നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ ഞാൻ ഒരെണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് ആ വീട്ടിലെ ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ 2ഓ 3ഓ ഒക്കെ ആയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 മാത്രമേ എടുക്കുന്നുള്ളൂ. പൊളിച്ചെടുക്കാം. എന്നിട്ടൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട്, മിക്സിയിലൊന്നും ഇട്ട് അടിക്കണ്ട, ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേതും കൂടെ അങ്ങ് എടുക്കാം. പഴുത്തിട്ടുണ്ട് എന്നാലും, പക്ഷെ നമ്മൾ പുറത്ത് കാണുന്ന കറുത്ത തൊലിയുടെ അത്രയും അങ്ങോട്ട് ഒന്നും പഴുത്തിട്ടില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു നല്ല പോലെ പഴുത്തിട്ടുണ്ടെന്നാണ് വിചാരിച്ചേ. പഴുത്തിട്ടുണ്ട്, പക്ഷെ അത്ര അങ്ങ് ചളിപ്പുളി ആയിട്ടില്ല കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് ശർക്കര ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പൊ ഏകദേശം നമ്മുടെ ശർക്കരപ്പാനി നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ളതെല്ലാം ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ സാരമില്ല, നമുക്ക് ഇതിനകത്ത് തന്നെ ബാക്കി കിടന്ന് നല്ലപോലെ മെൽറ്റ് ആയിക്കോളും. ഞാൻ കുറച്ച് തേങ്ങ ചിരകിയതെടുത്ത് വെച്ചിട്ടുണ്ടേ. അപ്പൊ അത് നമുക്കൊന്ന് ഇട്ടുകൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ കൂട്ടി വെക്കാം കേട്ടോ. ഇനിയിപ്പോ കുറച്ച് വെച്ചേക്കുമായിരുന്നു, കുറച്ചും കൂടെ തീ കൂട്ടി കൊടുക്കാം. ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബനാന ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുക്കുക. ശർക്കര അത്ര കറുത്ത ശർക്കരയല്ല, അപ്പൊ അതുമാണ് ഒരു കളർ കുറവ്. നേരത്തെ നമ്മളിവിടെ നല്ല ബ്ലാക്ക് കളറുള്ള ശർക്കര കിട്ടുമ്പോൾ ഞാൻ അത് മാത്രമേ വാങ്ങിക്കത്തുള്ളായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കടയിൽ പോയപ്പോൾ എനിക്ക് ആ ഒരു ബ്രാൻഡിന്റെ ശർക്കര കിട്ടിയില്ല. അപ്പൊ അതാണ് കിട്ടിയത് എടുത്തിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പൊ അതിന് അത്ര കളറില്ല. മറ്റേ ഞാൻ എന്ത് ചെയ്താലും ശർക്കര കറുത്തിരിക്കുമ്പോഴത്തേക്കിനും നല്ല കളർ, നല്ല കറുത്ത കളർ കിട്ടുമായിരുന്നേ. കണ്ടില്ലേ, ഒരുമാതിരി വെളുത്തിരിക്കുന്നു. എനിക്കിത് ഇങ്ങനെ ഈ ഒരു കളർ എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. ശർക്കര ചേർക്കുമ്പോൾ നമുക്ക് ആ ഒരു കറുപ്പല്ലേ ഇഷ്ടം. എനിക്കതായിട്ടോ ഇഷ്ടം. മധുരമൊക്കെ ഉണ്ട്, എന്നാലും കാണുമ്പോൾ ഒരു കുറച്ചും കൂടെ കറുത്ത കളറാണെങ്കിൽ മനസ്സിനൊരു സന്തോഷം, അത്രേ ഉള്ളൂ. ഒറ്റ തോതിലൊന്ന് പറ്റി വന്നാൽ മതി, നല്ലപോലെ അങ്ങ് ഡ്രൈ ആക്കണ്ട. പിന്നെ നമ്മളിത് എന്താ പറയാ, അരച്ചെടുത്തിട്ടില്ലാത്തതുകൊണ്ട് ഇടയ്ക്കൊന്ന് നമുക്ക് കടിക്കാനും ചെറിയ ചെറിയ കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ജീരകം പൊടിച്ചിട്ടാണെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗോതമ്പൊടിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി അതിനെ ഒന്ന് ടൈറ്റ് ആക്കി എടുക്കുന്ന രീതിയിൽ നമുക്ക് ആ ഒരു പാവത്തിന് നമ്മൾ കുറേശ്ശെ പൊടി ഇട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഇതിനെ ഒന്ന് സെറ്റാക്കി ആ ഒരു പരുവത്തിന്, ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കുഴച്ചെടുക്കാനുള്ള ഒരു കൺസിസ്റ്റൻസി വരെ നമുക്ക് ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഈ തീയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതായത് ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുമ്പിളയിലയാണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം കുറച്ചുണ്ടായിരുന്നു, ഞാൻ കവറിൽ കെട്ടി വെച്ചു. ഇതാ ഉണങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നല്ലത് നോക്കിയെടുക്കാം. അപ്പം ഞാൻ വിചാരിക്കുന്നത് കുമ്പിൾ കുത്തി ഇത് ഉണ്ടാക്കാന്നല്ല വിചാരിക്കുന്നത്, ഇതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ഞാൻ കാണിക്കാം എന്താ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. ചൂടൊക്കെ നല്ലപോലെ ആറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് പരത്തി ഇലയിൽ പരത്തി വേണമെങ്കിൽ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഞാനിവിടെ ചെറിയ നമ്മുടെ ബോൾസ് പോലെ ഉരുട്ടിയാട്ടോ എടുക്കുക. നമ്മൾ കൊഴുക്കട്ടയ്ക്കൊക്കെ ഉരുട്ടുന്ന പോലെ അത്രയും വലുതായിട്ടല്ല, കുഞ്ഞു കുഞ്ഞു ബോളായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുത്തിട്ടാണ് ഞാനിത് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത്. ഇച്ചിരി വെള്ളമൊക്കെ ഒന്ന് തൊട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് നമ്മൾ മാവ് ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു പഴത്തിൻ്റെയൊക്കെ നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, നല്ല ഹെൽത്തിയും ആണല്ലോ. നമ്മൾ ഓയിലോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അടിപൊളി ടേസ്റ്റും ഉണ്ട്. പിന്നെ ഈ ഒരു ഭക്ഷണയിലയുടെ നല്ല ഫ്ലേവറും ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ അതാ ഇഡ്ഡലി ചെമ്പിൽ നല്ലപോലെ ആവി കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇല ദാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേളിലേക്ക് നമ്മുടെ ഉരുട്ടി വെച്ചിരിക്കുന്ന ഉണ്ട വെച്ച് കൊടുക്കാമെന്നാട്ടോ ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇല അങ്ങനെ കറക്റ്റായിട്ട് നിൽക്കുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഇലയിൽ കുറച്ച് ബോൾസ് വെച്ച് കൊടുത്തിട്ട് ബാക്കി ഇലയിലോട്ട് അത് മാറ്റി കൊടുക്കുമ്പോഴത്തേന് അവിടെ ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിലൊരു ചെറിയൊരു ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്തു. അപ്പം നമുക്ക് ആ ഇലയുടെ നല്ല ഫ്ലേവർ കിട്ടുന്നുമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോന്നെല്ലാം വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ആവി കയറ്റിയെടുക്കുക. എന്നിട്ട് ഒരു ഫോർക്ക് വെച്ച് കുത്തി നോക്കിയിട്ടാണ് നമ്മൾ ഇത് വെന്തോ ഇല്ലയോ നോക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ ചെറുപഴോ നമ്മുടെ ബനാനയൊക്കെ പഴുത്ത് നല്ലപോലെ ഇരിക്കുന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കളയാതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റും ആയിരിക്കും, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്ക് കഴിക്കാനും പറ്റും കേട്ടോ. ഇപ്പോൾ ഭക്ഷണയില ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വാഴയിലക്കകത്തോ അല്ലെങ്കിൽ ചുമ്മാതാണെങ്കിലും ഉരുട്ടി നമ്മുടെ ഇഡ്ഡലി തട്ടിൽ ആവി കയറ്റി എടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബായ്.